മമ്മിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്തൊരു സമാധാനം എന്നറിയോ എനിക്ക്. ഇപ്പൊ എനിക്ക് ഒന്നിനെ കുറിച്ചും പേടി തോന്നുന്നില്ല. മോളോട് മമ്മി ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ മമ്മി? സർപ്പശാപം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് കളരിക്കലുള്ളവരെല്ലാവരും പറയുന്നുണ്ട്, പൂജാരികളും സിദ്ധനും എല്ലാവരും. പക്ഷേ എന്നിട്ടും എന്താ വീണ്ടും ആ നാഗം മോളുടെ പുറകെ തന്നെയുള്ളത്? നോക്ക്, ഇതിനു മുമ്പ് എന്തെങ്കിലും അനിഷ്ട സംഭവം മോളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മോൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാ. മോളുടെ ആഗ്രഹം പോലെ എന്നെന്നും നവീനോടൊപ്പം നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ആ, ഒരിക്കല് ഞാൻ അനിയ സാറുമായിട്ട് നാഗക്ഷേത്രത്തിൽ പോയപ്പോ എന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. എന്റെ കയ്യിലിരുന്ന കലശക്കുടം അറിയാതെ നാഗദേവതകളുടെ പ്രതിഷ്ഠയ്ക്ക് മുകളിലേക്ക് വീണു. അതിന് അന്ന് തന്നെ അനിയൻ സാറ് പറഞ്ഞ പരിഹാരക്രിയകളൊക്കെ ചെയ്തതാണല്ലോ. അല്ല മോളെ, അതിനുശേഷം പുഴിയോരം വീട്ടിൽ വെച്ച് നീ നാഗത്തെ കണ്ട് പേടിച്ചതല്ലേ? അന്ന് കൃഷ്ണ ഒരു ചരട് കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ കെട്ടിത്തന്നായിരുന്നല്ലോ. ആ ചരട് എവിടെ? എന്റെ മമ്മിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവള് തന്ന ആ ചരട് കെട്ടിയതുകൊണ്ടാണോ ഈ നാഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത്? അവള് ചരടും കൊണ്ടുവന്നു, നാഗങ്ങൾ ഒഴിഞ്ഞു പോയപ്പോ ആ ക്രെഡിറ്റ് അവളങ്ങ് എടുക്കുകയും ചെയ്തു. ആയിക്കോട്ടെ, എന്നാലും ആ ചരട് എവിടെ? അവളുടെ പേര് കേൾക്കുന്നതോ കാണുന്നതോ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെയാ അവള് ജപിച്ച് എനിക്ക് കൊണ്ടുവന്ന ആ ചരട്. മമ്മി, അത് നവീനും ഞാനും ഒന്നിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചരടൊന്നും അല്ല. ഞങ്ങള് തമ്മിൽ പിരിയാൻ വേണ്ടി അവൾ ഏതോ ദുഷ്ടമന്ത്രവാദം ചെയ്തു കൊണ്ടുവന്ന ചരടാ. എനിക്കത് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആ പിന്നെ മമ്മി, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ? ആ അനിയ സാറ് എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? കൂടെ നിന്നപ്പോ എനിക്കറിയാം, അനിയ സാറ് ഒരു മകളുടെ പരിഗണനയാ അവക്ക് കൊടുക്കുന്നത്. ഞാനത് അനുഭവിച്ചതല്ലേ. മോളെ, ചരട് എവിടെയാ വെച്ചിരിക്കുന്നത്? അതെവിടെ നഷ്ടപ്പെട്ടെന്നെങ്കിലും പറഞ്ഞതാ? മമ്മി വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അത് പോയി, അത്ര തന്നെ. ദേ, അനിയ സാറിന്റെ കാര്യം പറഞ്ഞു തീർത്തില്ലല്ലോ. മമ്മി എനിക്ക് പറഞ്ഞു തന്നത് എന്റെ അച്ഛൻ ഒരു ക്രൂരനാണെന്നാ. പക്ഷേ അനിയ സാറുണ്ടല്ലോ, ഒരിക്കലും അങ്ങനെയല്ല. നിഷ്കളങ്കമായ ചിരിയാ. അനിയ സാറ് ചിരിച്ചും കളിച്ചും അടുത്തോട്ട് വരുമ്പോ എനിക്ക് ശരിക്കും ഒരച്ഛന്റെ വാത്സല്യം കിട്ടുന്നുണ്ടായിരുന്നു. അതെന്താ മമ്മി അങ്ങനെ തോന്നാൻ? എനിക്കറിയില്ല. എനിക്കൊരു സംശയം തോന്നി പിന്നെ ഞാൻ ആരോടാ ചോദിക്കുന്നത്? അനിയ സാറിന്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവോ? അതോ എനിക്ക് മാത്രം തോന്നിയതാണോ? എന്തായാലും ശരി, നല്ല മനുഷ്യനാ, വലിയ മനുഷ്യനാ. മോളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അത്യാവശ്യമായിട്ട് എനിക്കത് ചെയ്തു തീർക്കണം. എങ്ങോട്ടാ മമ്മി? അവിടെ നിക്ക്. അനിയ സാറിന്റെ കാര്യം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എന്റെ ജോലിക്ക് അവധി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർത്തേ പറ്റൂ. ഒരു അനിയൻ സാർ. പിന്നെ അനിയ സാറിന്റെ കുറെ തമാശകളുണ്ട് മമ്മി. മമ്മി വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ.